ഇത് ഞാൻ കാണിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനമാണ് എൻ്റെ അമ്മയുടെ നെയിൽ പോളിഷ് കളക്ഷൻ. ഇത് നോക്കറോ, ഇതിൽ ബർക്കത്തുള്ള ഒരു കളർ പോലും ഇല്ല. അപ്പോൾ ഞാൻ കൈക്കിടാൻ വേണ്ടിയിട്ട് കണ്ണടിച്ച് സെലക്ട് ആക്കിയതാണ്. ഫസ്റ്റ് തന്നെ വന്നത് ബ്ലൂ, വൃത്തികെട്ട ബ്ലൂ. എനിക്ക് ഇഷ്ടമല്ല ഈ കളർ. അപ്പോൾ നെക്സ്റ്റ് സെലക്ട് ആക്കാൻ വരുമ്പോഴത്തേക്കും മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡില്ല അത് വന്നത്. അതിലല്ലെങ്കിൽ അമ്മ വേറെ ഏതൊരു കളർ മിക്സ് ആക്കിയിട്ടും കൂടിയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ തേർഡ് വൺ കൺഫേം, ഇനി എങ്ങനെയായെങ്കിലും ഇത് ഇടുമെന്ന് വെച്ച് എടുക്കുമ്പോൾ ചാണപ്പച്ച. പ്രശ്നമില്ല, ചാണപ്പച്ച നോക്കാലോ പറഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അപ്പം നമ്മൾ ഒരു സാധനത്തിന് പുറം കണ്ടിട്ട് വിലയിരുത്താൻ പാടില്ല എന്ന് പറയില്ലേ, അത് ശരിയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോയി. ഇവിടെയില്ലേ റോഡ് ഇങ്ങനെ കടക്കുമ്പോൾ അണ്ടർപാസിലേ കൂടി പോകണം. റോഡ് ഡയറക്റ്റായിട്ട് നമുക്ക് കടക്കാൻ കഴിയില്ല. അത് യു എയിൽ എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മലബാർ ഗോൾഡിൽ ഉണ്ടിടാം. നാടും ഈടിയും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്താ അറിയുമോ? നാട്ടിലൊരു ജലദോഷം വന്നാൽ 2 ദിവസത്തിൽ പോകും. ഇവിടെ ഒരു ജലദോഷം വന്നാൽ 2 ആഴ്ച എടുത്താലും പോകുന്നില്ല. എന്തേന്ന് അറിയില്ല. തിരിച്ച് വരുമ്പോഴത്തേക്ക് അമ്മേരെ പണി എടുത്തത് സ്കൂളിലത്തെ എന്തോ വർക്ക് ചെയ്ത് കൊടുക്കണമെന്ന്. പിന്നെ അമ്മക്ക് പണ്ട് കുറേ എഴുത്തുന്നതിന് മലയാളമല്ല, അപ്പം ഞാൻ അമ്മേനെ തിരിച്ച് സഹായിക്കണമല്ലോ. അങ്ങനെ കുറച്ച് എഴുതിയിട്ടാകുമ്പോൾ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഉറക്കമെല്ലാം എണീച്ച് വരുമ്പോഴത്തേക്കും രാത്രിക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. കോളിഫ്ലവർ ഇങ്ങനെ ആക്കുന്നതിന് എന്ത് പറയില്ലേ, ഇതുങ്ങല്ലോ നമ്മുടെ വറവാക്കുന്നേ പറയും. പക്ഷെ അത് വറവൊന്നുമല്ല, മസാലയല്ല വറവുമല്ല, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അതിലൊക്കെ അറിയുണ്ടായിനി. അപ്പം ഇന്നത്തേക്ക് ഈ ക്രീലിൽ ബൈ ബൈ.